ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ്. അതായത് മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ അവിടുന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ആ NH നിന്ന് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 400 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. നല്ലൊരു വെറൈറ്റി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ 2 സൈഡിലും വീതി കൂടിയ ടാറിംഗ് കൊണ്ടാണ്. അതായത് ഒരു 5-5.5 മീറ്ററോളം വീതി ഈ സൈഡിലുണ്ട്, ഈ മുൻവശത്തായിട്ടുണ്ട്. അതുപോലെ ധാരാളം വീടുകളുള്ള ഒരു ഏരിയയാണിത്. അതൊരു വില്ല മാതിരിയാണ്. എല്ലാ വീടുകളിലും ഇപ്പോൾ ഓൾറെഡി ഇവിടെ താമസക്കാർ ഉള്ളതാണ്. ഇനി 1-2 വീടുകളാണ് വർക്ക് നടക്കുന്നതായിട്ടുള്ളൂ. വീടിൻ്റെ മുൻവശത്ത് ഈ സൈഡും വീതി കൂടിയ 2 ഭാഗങ്ങളിലും വീതി കൂടിയ റോഡ് തന്നെയാണ്. അതുപോലെ പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 5-6 വീടുകളിൽ ഇവിടെ ഓൾറെഡി താമസിക്കുന്ന ആളുകളുണ്ട്. പുതിയൊരു വീടിൻ്റെ വില്ലയാണിത്. 400 സെൻറ്റ് സ്ഥലത്താണ് 1050 സ്ക്വയർ ഫീറ്റിൽ ഈ പുതിയ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കണ്ടില്ലേ, ഫ്രണ്ട് വശത്ത് ഒരു സ്ലൈഡിങ് ഗേറ്റ്, അങ്ങോട്ട് നമുക്ക് തള്ളി നീക്കാവുന്ന ഒരു സ്ലൈഡിങ് ഗേറ്റ്. നമ്മുടെ ഒരു വലിയ വാഹനം നമുക്ക് വീടിൻ്റെ മുൻവശത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഭാഗത്തും ചെറിയൊരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. ചെറിയൊരു വാഹനമൊക്കെ അവിടെ നമുക്ക് നന്നായി പാർക്ക് ചെയ്യാം. അതുപോലെ വാം ലൈറ്റുകളും ടെക്സ്ചർ വർക്കുകളും കളർ പെയിൻറ്റിങ്ങും നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് ഇവിടെ നമ്മുടെ ലോ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും സിറ്റ് ഔട്ട് ഇറങ്ങാവുന്ന വിധത്തിലാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം, നല്ല വീതി കൂടി ടൈലിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. തേക്ക് വുഡിലാണ് 2 പാളി ഡോറോട് കൂടി നമ്മൾ ലിവിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് കാണാം അവിടെ വീതി കൂടി ടൈലാണ്, അത് മപ്പോക്സ് കൂടി 2ക്ക് 4 സൈസ് ടൈലാണ്. നല്ലൊരു സ്പേഷ്യസ് ലിവിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ മനോഹരമായ ഒരു TV യൂണിറ്റും നോക്കൂ, നല്ല ഡിസൈനിൽ നല്ലൊരു ഹോൾ സീലിംഗ് വർക്ക് എന്ത് ഭംഗിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റും. നല്ലൊരു അടിപൊളി ലിവിങ് ഹാൾ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് കാണാം അത്ര അടുത്താണ് ബസ് സൗകര്യം. ലോക്കൽ ബസ്സുകളെല്ലാം ഇതിൻ്റെ മുൻവശത്തായിട്ട് പോകുന്നുണ്ട്. ഒരു ആർച്ചോട് കൂടി ഉണ്ടല്ലേ, നമുക്ക് കാണാം ഒരു ആർച്ച് ഡിസൈനോട് കൂടിയാണ് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയും ആ മാച്ചിങ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള, അതായത് വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ക്രോക്കറി യൂണിറ്റും ഒരു വാഷ് ഏരിയയും സൈഡിൽ. ഇതിന് ആ മിററെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്യുന്നതാണ്. വാഷ് ഏരിയയിൽ വെളിച്ചം കയറുന്നുള്ള ഒരു ഹോൾസുകളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഗ്ലാസ് ഡോറോട് കൂടിയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ധാരാളം ഡൈനിങ് ഹാളും നല്ല രീതിയിൽ തന്നെയാണ് ഡൈനിങ് ഹാളിലും ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് 3 ബെഡ്റൂമും തിരിയുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെയും അതിനോട് ചേർന്നിട്ടുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും അപ്പോക്സിൽ കൂടി തന്നെയാണ് എല്ലാ ഭാഗത്തും ടൈല്, ഫ്ലോർ ടൈല് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിലൊക്കെ നല്ല വെളിച്ചം കയറാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൽ കൺസീൽഡ് ആയിട്ടാണ് ലൈറ്റ് LED ബൾബ് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു അലമാരി വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. UV ഷീറ്റിലാണ്. അതോടെ ഡ്രസ്സിങ് യൂണിറ്റോട് കൂടിയാണ് ഇവിടെ അലമാരി വർക്ക് കൊടുത്തിട്ടുള്ളത്. ചേർന്നിട്ട് ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെ വാൾ ടൈലും ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതും അപ്പോക്സിയോട് കൂടിയിട്ട്
ഹീറ്ററിനുള്ള പോയിന്റ് എല്ലാം ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ്, ഒരു 10 കൊല്ലത്തോളം ഗ്യാരണ്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ഡൈനിങ് ഹാളിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. അതേ മാച്ചിങ് ടൈല് തന്നെ, വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. കബോർഡ് വർക്കെല്ലാം വ്യത്യസ്ത കളറാണ് ബെഡ്റൂമുകളിൽ ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി കൊടുത്തിട്ടുള്ളത്. 3 പാളി ഡോറോട് കൂടിയാണ് അലമാരി വർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല ഗ്യാരണ്ടിയോട് കൂടിയുള്ള ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. 10 കൊല്ലത്തോളം ഗ്യാരണ്ടിയുള്ള ഫിറ്റിങ്സ്. വീതി കൂടി ടൈല് തന്നെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ 3 ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം. ഒരു 10-12 സൈസാണ് ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം 12 അളവും സൈസ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും വിൻഡോസുകളെല്ലാം കൊടുത്തിരിക്കുന്നു. വെറൈറ്റി ഡിസൈനോട് കൂടി കബോർഡ് വർക്ക് തന്നെയാണ് 3 ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത്. അതും ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂം. അതുപോലെ എല്ലാ ബാത്റൂമിലും വ്യത്യസ്ത തരം ടൈല് തന്നെയാണ് വാൾ ടൈലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വെറൈറ്റി ഡിസൈനോട് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാ ബാത്റൂമും വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതും വാസ്തു വിധി പ്രകാരം തന്നെയാണ്. ഒരു ഗ്ലാസ് ഡോറോട് കൂടി തന്നെയാണ് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കണ്ടല്ലേ ഒരു വുഡ് ഡിസൈനോട് കൂടിയ ടൈലാണ്. അത് വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും പാകിയിട്ടുള്ളത്. ഗ്രേ ആൻഡ് വൈറ്റ് ഡിസൈനോട് കൂടിയാണ് ഇവിടെ കബോർഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം ധാരാളം കബോർഡ് വർക്ക് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലെ കിഴക്ക് വശത്തായിട്ട് നമുക്ക് ചിമ്മിനിക്കുള്ള സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും സിംഗിൾ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. നല്ല വീതി കൂടിയ ഗ്രാനൈറ്റാണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. ചുമരിൻ്റെ 4 സൈഡിലും 4 ഭാഗങ്ങളിലും ടൈലെല്ലാം വിരിച്ചിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പാർക്കേരിക്ക് കിടക്കുന്ന ഭാഗം അതേ മാച്ചിങ് ടൈൽ തന്നെയാണ്, വുഡ് ഡിസൈനോട് കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലൊരു വാഷ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാഷിംഗ് മെഷീനുള്ള പോയിന്റും സൈഡിലായിട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫ്രണ്ട് സൈഡ് കഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ബേബി മെറ്റലെല്ലാം വിരിച്ചിട്ടുണ്ട്. ചെളി തെറിക്കാതിരിക്കാനും അതുപോലെ പുല്ല് മുളയ്ക്കാതിരിക്കാനാണ് സൈഡിലെല്ലാം ബേബി മെറ്റൽ വിരിച്ചിരിക്കുന്നത്. ഒരു സൈഡിലായിട്ടാണ് സ്റ്റയർ കൊടുത്തിരിക്കുന്നത്. ബാക്സിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരിക്കലും സ്റ്റയർ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കയറാനുള്ളത്. 3 ബെഡ്റൂം ഓൾറെഡി ഉള്ള കാരണം പുറത്താണ് സ്റ്റയർ കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണിത്. 18-19 കാലങ്ങളിലൊന്നും വെള്ളം കയറാത്ത ഒരു ഏരിയയും അതുപോലെ വെള്ളം വറ്റാത്ത ഒരു ഏരിയയും കൂടിയാണിത്. അതാണ് കൂടുതൽ ആളുകളും ഈ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ അത് ലോ ബഡ്ജറ്റുള്ള വീടുകൾ തപ്പിയിട്ട് ഈ ഭാഗങ്ങളിലേക്ക് കൂടുതൽ സാറുമാർ, അതായത് അത്രയും ലോൺ കിട്ടുന്ന എലിജിബിലിറ്റി ഉള്ള സാറുമാർ ഈ ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ടും ആളുകളുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. ബസ് സൗകര്യമായാലും സ്കൂളുകളായാലും ആരാധനാലയങ്ങളായാലും എല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ക്രിസ്ത്യൻ പള്ളി അതുപോലെ അമ്പലങ്ങൾ എല്ലാം ഉണ്ട്. മസ്ജിദ് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ദൂരത്തായിട്ട് മസ്ജിദും ഉണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 400 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 39 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ഞങ്ങളുടെ കൈവശമുള്ള
35 ലക്ഷം രൂപ തൊട്ട് 1 കോടി 2 കോടി രൂപ വരെ വിലയുള്ള വീടുകൾ കാണണമെങ്കിൽ ഞങ്ങളുടെ ലിങ്കിൽ കയറിയാൽ എല്ലാ വീടുകളും നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.